ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അതെ, മറ്റെവിടേക്കുമല്ല, നമ്മുടെ എറണാകുളത്തുള്ള ദിലീപിൻ്റെ ദേപുട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എറണാകുളത്ത് പോകുമ്പോൾ ദിലീപിൻ്റെ ദേപുട്ടിലേക്ക് കയറണമെന്ന്. ഞാനും ഇക്കുമൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഇക്കു ഇച്ചൂസൊക്കെ നേരത്തെ പോയി മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. അവിടെ നിന്ന് പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചീമ്പപ്പായും വേറെ ആസിയൻസിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരെയും കൊണ്ട് നമ്മൾ ദേപുട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ കയറുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞ് എന്താണെന്നറിയോ, പുട്ട് കഴിക്കണമെന്നാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ ചെന്നത് ഉച്ച ടൈമായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കണ്ടപ്പോൾ പിന്നെ പുട്ടിൻ്റെ ഇതൊക്കെ അങ്ങ് മാറ്റി. അവസാനം ഞാൻ മാത്രമേ പുട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ചോറ്, അതുപോലെ ബിരിയാണി, അങ്ങനത്തെ ഉള്ള കറികളൊക്കെയാണ് പറഞ്ഞത്. ഇച്ചൂസിന് രാവിലെ മുതലേ ഇച്ചൂസ് പറയുന്നുണ്ട്, ഇച്ചൂസിന് ഏതോ ഒരു കൊറിയൻ കടയുടെയൊക്കെ കണ്ടു വെച്ചിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന്. അതുകൊണ്ട് വാശിക്ക് ഇച്ചൂസിന് ഇതിനൊന്നും വേണ്ടെന്ന്. ഇച്ചൂസിന് അറിയാമേ, നമുക്കൊന്നും കൊറിയൻ ഫുഡ് അത്ര ഇങ്ങോട്ട് പിടിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇച്ചൂസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ആ കൊറിയൻ കടയിൽ പോകുന്ന കാര്യം നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലെന്ന് ഇച്ചൂസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇച്ചൂസ് ഇവിടുന്ന് ഒരു ഫലൂദ മാത്രം മതി എന്ന് പറഞ്ഞു. ഇച്ചൂസിൻ്റെ ആ ഓർമ്മയിൽ ഫലൂദ കഴിക്കുന്നെങ്കിലും ഇച്ചൂസിൻ്റെ ആ ഓർമ്മയിൽ ഫുള്ള് ഇവിടെ പോകുന്ന കൊറിയൻ കടയിൽ പോകുന്ന ഒരു ഓർമ്മയാണ്. പിന്നെ നമ്മുടെ ഈ നായമോളൊക്കെ അടിപൊളിയായിട്ടിരിക്കുവാണ് കേട്ടോ. മാഷല്ലാ, നല്ല ഹാപ്പിയാണ്. നമുക്ക് ഈ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ രീതിയിൽ കുരുത്തക്കേടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കുകയാണ് ഇത് ഏത് കടയാണെന്നൊക്കെ. അവിടെ നമ്മൾ ഇലയിലൊക്കെ കൊണ്ടുവന്നു നോക്കി. ഇതാണ് എൻ്റെ മില്ലറ്റ് പുട്ട്. ഞാൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാ പുട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഈ മില്ലറ്റ് പുട്ട് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുകയും ചെയ്യുന്നത്, അതുപോലെ കഴിക്കുകയും ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു പുട്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് ചെമ്മീൻ പുട്ടായിരുന്നു കഴിച്ചിട്ടുള്ളത്. അതെനിക്ക് അന്ന് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടേന്നില്ല. നമ്മൾ സാധാ പുട്ടും അതിൻ്റെ കൂടെ ചെമ്മീൻ അങ്ങനെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത്തവണത്തെ മില്ലറ്റ് പുട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു റാഗി പുട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. റാഗി പുട്ടല്ല, ചെമ്പാ പുട്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചെമ്പാ പുട്ടൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, വെജ് മീൽസ് ഉണ്ടായിരുന്നു. അവരുടെ വെജ് മീൽസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കൊഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. നല്ല ഫുഡായിരുന്നു അതുപോലെ തന്നെ അവർ സെർവ് ചെയ്യുന്നത് നല്ല രീതിയിലായിരുന്നു കേട്ടോ. നല്ല സ്റ്റാഫായിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും എന്തേ പുട്ടിൽ പോകണം കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണ്. അതർവൈസ് ബാക്കിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആയിരുന്നു. എല്ലാം കൊണ്ടും ഫുഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്.